ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക ഉപരോധം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ദില്ലി കേരള ഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായിയെ കണ്ടത്. നമ്മുടെ നാടിന് ആശ്വാസകരമായ കാര്യമാണ്. കേന്ദ്ര മനോഭാവത്തിന് മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പരിഹരിക്കേണ്ട ഒരു പിടി ധനകാര്യ പ്രശ്നങ്ങളുണ്ട്. സഹികെട്ട് കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് മാത്രം മതി അവസ്ഥ മനസ്സിലാക്കാൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ കൊണ്ടുകൂടിയാവാം ഈ മാറ്റം. അത് ഫലവത്താകുമോ എന്നതാണ് കാര്യം. എങ്ങനെ ആവരുത് ഒരു ഗവർണർ എന്നതിൻ്റെ തികഞ്ഞ ഉദാഹരണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കി ഗവർണർ ആർലേക്കർ നടത്തുന്ന ശ്രമങ്ങൾ ആഹ്ലാദകരമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മോദി സർക്കാരിനെ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ യോജിപ്പോടെ പോകണമെന്നാണ് നാട് ആഗ്രഹിക്കുന്നത്. പക്ഷേ പണം തരാതിരിക്കുക, തരാമെന്ന് പറയുന്നതിന് കടുത്ത വ്യവസ്ഥകൾ നമ്മൾക്ക് മാത്രമായി ചുമത്തുക, തരാത്ത പണം തന്നുവെന്ന് പാർലമെൻറ്റിൽ പറയുക, പണം തരാത്തതിനെപ്പറ്റി ചോദിച്ചാൽ മോദി സർക്കാരിന് പണം കായ്ക്കുന്ന മരമുണ്ടോ എന്ന് ചോദിക്കുന്ന സുരേഷ് ഗോപിമാർ വാഴുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? കേരളം അഭിമുഖീകരിക്കുന്ന അവകാശ പ്രശ്നങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, ഷാജി രാഘവൻ BJP, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ ഷാജി രാഘവൻ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് ഒന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്കും നിങ്ങൾക്ക് മുമ്പിലേക്കും വെച്ചിട്ടുള്ളത്. അതിൽ യോജിപ്പും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇതിനിടയിലാണ് ഇത്തരമൊരു അവസ്ഥയിലൂടെ കേന്ദ്രവും കേരളവും ധനകാര്യ സമീപനത്തിൽ കടന്നുപോകുന്ന കാലത്താണ് നിർമ്മല സീതാരാമൻ കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. എന്തു പ്രതീക്ഷിക്കണം? കേരളത്തിന് പ്രതീക്ഷിക്കാൻ അതിൽ വകയുണ്ടോ? അല്ല, ഇന്ന് ഡൽഹിയിൽ കേരള ഹൗസിലെത്തി കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് താങ്കൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെ. ഗവർണർ ഉള്ള ഇടത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ അവർ പോയിരുന്നു. പക്ഷേ അതിനെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവതരിപ്പിക്കാം. കേരളമെന്നല്ല, എല്ലാ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും കേന്ദ്രത്തിന് ഒരേ നിലപാട് തന്നെയാണുള്ളത്. ഇവിടെ നമുക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തെ സംബന്ധിച്ചോളം നമ്മളൊരു വലിയ ഒരു മാറ്റം കണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഗിയറൊന്ന് മാറ്റിയിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു സമീപനം ഗവൺമെൻറ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അന്ധമായ കേന്ദ്ര വിരോധം അത് പറഞ്ഞ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ ജനതയെ മറന്നുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിച്ചപ്പോൾ അത് മറന്നുകൊണ്ട് കേന്ദ്രവിരോധം മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് കേരളത്തിനാണ് എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും അവസാനം ഇപ്പോൾ ഗവൺമെൻറ്റിനുണ്ടായി എന്നുള്ളതൊരു നല്ല കാര്യം, ശുഭകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ്. അങ്ങനെ ഒരു BJP വാദം മുന്നോട്ട് വെക്കുന്ന ഷാജി രാഘവനോട് ഞാനൊരു കാര്യം താങ്കളോട് ചോദിച്ചോളട്ടെ. സംസ്ഥാന സർക്കാർ, താങ്കളോടാണ് ചോദ്യം, സംസ്ഥാന സർക്കാർ ഗിയർ മാറ്റി എന്ന് താങ്കൾ പറഞ്ഞു പോയാൽ പോരാ. ഗിയർ മാറ്റി എന്ന് താങ്കൾ കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്താണ് അങ്ങനെ താങ്കൾക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം? ഞാൻ പറയട്ടെ, മുമ്പ് കേന്ദ്രമന്ത്രിയുമായി ധനകാര്യമന്ത്രിയുമായി ചർച്ചകൾക്ക് പോയ കേരളത്തിന് ഉദ്യോഗസ്ഥരുമായി കാണാൻ മാത്രം അനുമതി കൊടുത്ത കാലവും സമയവും ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ കേരളം കേസ് കൊടുത്ത സാഹചര്യമൊക്കെ അവിടെയുണ്ട്. ഹർജി പിൻവലിച്ചാൽ ചർച്ചയാകാമെന്ന് പറയുന്നൊരു കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. നിവൃത്തികെട്ടാണ് ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോവുക. ഒട്ടും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലല്ലോ. അങ്ങനെയൊക്കെ പോകേണ്ടി വന്ന ഒരു സർക്കാർ ആ പ്രശ്നങ്ങളിൽ, ആ നിലപാടുകളിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ പണം തരാനുണ്ട്. ആ പണത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപനം ഏതൊക്കെ തരത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നു. ഇതിൽ തന്നെയല്ലേ കേരളം നിൽക്കുന്നത്? കേന്ദ്രമന്ത്രി വന്ന് കേട്ടു, പക്ഷേ എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇതിലെവിടെയാണ് ഗിയർ മാറ്റത്തിൻ്റെ പ്രശ്നം? ഇനി ഗിയർ നിർമ്മല സീതാരാമൻ മാറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെ നിലപാടിലും സമീപനത്തിലും തീരുമാനത്തിലൂടെയുമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. ഷാജി രാഘവൻ. അല്ല, ഒരു സംശയവും വേണ്ട. സംസ്ഥാന ഗവൺമെൻറ് വസ്തുതാപരമായി റിയലിസ്റ്റിക്കായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുകയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിലപാടെടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ഗിയർ മാറ്റുന്നതിലൊന്നും ഒരു മനസ്സുകേടുമില്ല. എന്തെന്നറിയോ അതിന് കാരണം?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ വളരെ ഒരു എന്താ പറയുക, വളരെ വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും അപമതിക്കാനും അല്ലെങ്കിൽ അത് കേരളത്തിൽ എന്തുണ്ടായാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ പരിശ്രമം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടന്നിരുന്നു. അതിൻ്റെ പരിണത ഫലം എന്താ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നിപ്പോൾ ചർച്ച നടന്നല്ലോ, നമ്മളന്ന് ആലോചിക്കണം. കഴിഞ്ഞ 30 ദിവസമായി കേരളത്തിലെ ആശാ വർക്കർമാരുടെ വലിയൊരു സമരം നടക്കുന്നുണ്ട്. പാവപ്പെട്ട സ്ത്രീകൾ വലിയ മഴയത്തും പൊരിഞ്ഞ വെയിലത്തും അവിടെ സമരം നടത്തുമ്പോൾ നാമൊക്കെ എന്താ വിചാരിച്ചത്? മുഖ്യമന്ത്രി ഏറ്റവും പ്രൈം ഇഷ്യൂ ആയി ആ വിഷയം അവിടെ അവതരിപ്പിക്കും എന്ന് നമ്മൾ കരുതി. പക്ഷേ മുഖ്യമന്ത്രി ആ വിഷയം അവതരിപ്പിച്ചില്ല. എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട് എല്ലാ വിഷയത്തിലും ഒരു വിഷയം പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാപ്സ് കൊണ്ട് കേരളത്തിന് കിട്ടാതെ വന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ആശാ വർക്കർമാരുടെ സമരം. മിനിഞ്ഞാന്ന് ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി ആശാ വർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തുമ്പോൾ കേന്ദ്രം കൊടുക്കേണ്ട മുഴുവൻ പണവും കേരളത്തിന് കൊടുത്തു എന്ന് പറയുക മാത്രമല്ല, കേരളത്തിലെ ആശാ വർക്കർമാർ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ വേതന വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾ നമ്മുടെ ഭാരത് ആരോഗ്യ മിഷൻ, നാഷണൽ ആരോഗ്യ മിഷൻ്റെ നേതൃത്വത്തിൽ ഒരാഴ്ച മുമ്പ് തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആശാ വർക്കർമാർക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട എല്ലാ ബെനിഫിറ്റ്സിനും ആവശ്യമായ നടപടികൾ കേന്ദ്രം എടുത്തു എന്ന് പറഞ്ഞിടത്ത് നമ്മൾ മനസ്സിലാക്കണം, ഒരാഴ്ച മുമ്പ് വരെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി നിയമസഭയെ പറഞ്ഞതെന്താ? ഒന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ? അതല്ല, ഇതെല്ലാം കൊടുത്തു എന്ന് പാർലമെന്റിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞതിന് ശേഷം വിഷയം പോലും ഉന്നയിക്കേണ്ടി വന്നില്ലല്ലോ. ഉന്നയിച്ചോ? ഷാജി, പാർലമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ആണ്. നദ്ദ ഇന്നലെ പറഞ്ഞതറിഞ്ഞു. പക്ഷേ കേരള നിയമസഭയിലേക്ക് വന്നാൽ നിങ്ങൾ അല്പം പിന്നിലാണ്. അപ്ഡേറ്റ് അല്ല എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം അതിനുശേഷം ഇവിടെ പല കാര്യങ്ങളും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഞാൻ ആ സമയം എടുത്ത് കളയുന്നില്ല. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കൂ, പ്രേക്ഷകർ കാണട്ടെ. ശ്രീ വി പി മുസ്തഫ, എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കാണുമ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചില്ല? ഞാനെന്തിന് പറയണം? കേരളത്തിന് ഒരു പണവും കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞത് കേരളം കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി, ഒരു മാസക്കാലമായി കേന്ദ്രത്തിന് വഴിയേറിയിരുന്നു. പറഞ്ഞത് വെച്ച് ഞാൻ ഡോക്ടർ വി പി മുസ്തഫയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഞാനും കൂടി അതിലെന്തെങ്കിലും സപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയേണ്ടെന്ന് ഓർത്ത് പറയാത്തതാണ്. കേട്ടിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനിടയിലൂടെ നടന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും പോകുന്നില്ല. ശ്രീ വി പി മുസ്തഫ, ഷാജി രാഘവൻ ഇക്കാര്യത്തിൽ ഏറ്റവും അവസാനം എടുത്ത പോയിന്റിൽ നദ്ദ പറഞ്ഞതിലൂടെ കേരളത്തിലെ ബി ജെ പിക്ക് എല്ലാം ബോധ്യമായി. അതോട് മുഖ്യമന്ത്രി അവിടെ പോയി ഇക്കാര്യങ്ങൾ സംസാരിച്ചില്ല. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, കേരളം ആണ് ഗിയർ മാറ്റുന്നത്. കേരളം ഏതാണ്ട് ഒരു പ്രശ്ന സംസ്ഥാനമായി കേന്ദ്രത്തിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുട്ടുമടക്കി. അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. അങ്ങനെ സംസ്ഥാനം ഗിയർ മാറ്റി എന്ന നിലയിൽ ആണ് ബി ജെ പി ഇതിനൊരു പൊളിറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്. കേട്ടല്ലോ, താങ്കളുടെ മറുപടി എന്താണ്? ഒന്ന്, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ആദ്യം എടുക്കാം. കടുത്ത രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനമാണ് കേരളത്തോട് മോഡി സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. അത് വെറുതെ ഞങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ല. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അത് തെളിവായില്ലേ? അപ്പോൾ കേരളത്തിന് കിട്ടേണ്ട ന്യായമായ വിഹിതങ്ങൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ തടഞ്ഞു വെക്കുന്നു എന്നുള്ള വിഷയം വെച്ചിട്ടാണല്ലോ കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്. ഇപ്പോൾ ഷാജി രാഘവനെ പോലെയുള്ള ബി ജെ പിക്കാർ വാദിക്കുന്നത് പോലെ കേരള ഗവൺമെൻറ് പറയുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിൽ കേന്ദ്രമെല്ലാം തരികയും കേരളം അതൊക്കെ എടുത്തിട്ട് പുട്ടടിച്ചതുമാണെങ്കിൽ, അങ്ങനെ കേരള സർക്കാർ കൊടുത്ത ഒരു ഹർജി ആദ്യം തന്നെ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലിടില്ലേ? അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരാണ് ഈ കേസിൽ ഹാജരായത്. അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പരാതി അത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതാണ്, ആദ്യം തന്നെ കളയില്ലേ? പക്ഷേ എന്താ സംഭവിച്ചത് നമ്മൾ ഓർമ്മിക്കുമല്ലോ. 2023-24 സാമ്പത്തിക വർഷത്തിലാണ് ആ കേസ് വരുന്നത്. 24 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഉത്തരവിട്ടില്ലേ? അന്ന് പെൻഡിംഗ് ആയിരുന്ന 13,000 കോടി രൂപ
അത് അനുവദിക്കാൻ വേണ്ടിയിട്ട്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി വിധി പ്രകാരം ആ 13,000 കോടി രൂപ കഴിഞ്ഞ ഫെബ്രുവരി അവസാനം 2024 ഫെബ്രുവരി അവസാനം തരാൻ വേണ്ടി നിർബന്ധിതമായതുകൊണ്ടല്ലേ ആ സാമ്പത്തിക വർഷത്തിൽ കേരളം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമല്ലേ അത്. എന്നിട്ടും സുപ്രീം കോടതി ചെയ്തത് എന്താ? ആ ഹർജി ഏറ്റവും ഗൗരവമുള്ള ഒന്നായതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു. നിങ്ങൾ വാദിക്കുന്ന പോലെ ഷാജി രാഘവൻ, നിങ്ങളെല്ലാം കേരളത്തിന് തരികയും കേരളം ചുമ്മാ അങ്ങ് വെറുതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഒരു ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കില്ലല്ലോ. വളരെ വലിയ മാനങ്ങളുള്ളതാണ് കേരളം തന്നിട്ടുള്ള ഹർജി എന്നുള്ളത് കൊണ്ടല്ലേ ഒരു താൽക്കാലിക റിലീഫ് ആ ഹർജിയിൽ ആദ്യം തന്നെ അനുവദിക്കുകയും അതിൻ്റെ വിശദമായ വാദത്തിനു വേണ്ടി സുപ്രീം കോടതിയുടെ വിശാലമായ ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്യുകയും ചെയ്തത്. അവിടെ ഇപ്പോൾ ആ കേസ് പരിഗണനയ്ക്ക് വരികയല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ വാദം ഒന്ന് ന്യായമാണ്. കേന്ദ്രം കേരളത്തോട് മാത്രമല്ലല്ലോ ശരത്തെ കാണിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? എന്താണ് തമിഴ്നാടിനോട് അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത്? എന്താ? ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലക്ക്, തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലക്ക് തരാനുള്ളത് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയൂ, ത്രിഭാഷാ പദ്ധതിയെക്കുറിച്ച് പറയൂ എന്നല്ലേ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ അവിടെയും കൊടുക്കുന്നില്ല. നമ്മൾ മാത്രമാണോ സമരം ചെയ്തത്? കർണാടകക്കാർ സമരം ചെയ്തില്ലേ? അവിടെ കോൺഗ്രസ് സർക്കാരല്ലേ? അവരും ഡൽഹിയിൽ വന്നിട്ട് സമരം കിടന്നില്ലേ? അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആളുകളുമെല്ലാം അവരും നിങ്ങൾക്കെതിരെ പറയുകയല്ലേ? എല്ലാ BJP ഇതര സർക്കാരുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മാത്രമാണോ ഇപ്പം GST കൗൺസിൽ യോഗത്തിൻ്റെ വാർത്തകൾ വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ തന്നെ GST കൗൺസിൽ യോഗത്തിൽ വന്നിട്ട് അവരുടെ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട നികുതി വിഹിതത്തെക്കുറിച്ചും മറ്റും അവിടെ പരാതി പറയുന്ന കാര്യമല്ലേ? അപ്പോൾ മോഡി സർക്കാർ പൊതുവേ BJP ഇതര സർക്കാരുകളെ വല്ലാത്ത രാഷ്ട്രീയ വിവേചനത്തോടു കൂടി കാണുന്നു. അതിൽ കേരളത്തെ ഏറ്റവും മുൻപന്തിയിൽ. കാരണം രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായിട്ട് തന്നെ അവർക്ക് വലിയ എതിർപ്പുള്ള ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് എന്ന് സമരത്തിന്റെ കാര്യം അത് മാത്രമായിട്ട്, കാരണം ഈ നേരത്തെ ഷാജി രാഘവൻ സ്പെസിഫിക്കായി ഉന്നയിച്ച ആ വിഷയത്തിൽ ആശാസമരത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ശരത്തെ, അതെ, ആശാസമരത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ JP നദ്ദ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് വലിയ കാര്യമായിട്ട് അദ്ദേഹം കാണുകയാണ്. പാർലമെന്റിൽ JP നദ്ദ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ ഷാജി രാഘവൻ മണിക്കൂറുകൾ എടുത്തിട്ടില്ല. നിയമസഭ നടന്നുകൊണ്ടിരിക്കുക. നിയമസഭയുടെ മേശപ്പുറത്ത് രേഖകൾ വെച്ചു കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നിഷേധിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ശരത്ത് നേരത്തെ ഷാജി രാഘവനോട് ചോദിച്ചത്. പാർലമെന്റിന്റെ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആയ ഷാജി രാഘവൻ എന്തുകൊണ്ട് കേരള നിയമസഭയുടെ, നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, കേരള നിയമസഭയിലെ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ അപ്ഡേറ്റ് ആവാത്തത്? അവിടെ പാർലമെന്റിൽ ഡൽഹിയിൽ വെറുതെ അദ്ദേഹം ഒരു രേഖയുമില്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തിയപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് രേഖകൾ വെച്ചിട്ടാണ് സംസാരിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് 860ഓളം കോടി രൂപയാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ആശ ഉൾപ്പെടെ, അതുപോലെ NHM ഇതെല്ലാം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്കായിട്ട്. എന്നാൽ നിങ്ങൾ ചെയ്തതെന്താ? കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ, കേരളത്തിലെ പ്രാഥമികാരോഗ്യങ്ങളുടെ മുന്നിൽ മോഡിയുടെ വലിയ പടം വെക്കണം, എന്നിട്ട് ബ്രാൻഡിങ് നടത്തണം. അത് ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചു. വേറെ എന്തെങ്കിലും നമ്മൾ ഇവിടെ പ്രവർത്തനം നടത്താത്തത് കൊണ്ടല്ല, ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടല്ല, മോഡിയുടെ പടം വെച്ച് വലിയ ബോർഡ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ വെക്കാത്തത് കൊണ്ട് ബ്രാൻഡിങ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു വെച്ചു. അവസാനം നിങ്ങൾ ആകെ തന്നത് 190 കോടി രൂപയുടെ അടുത്താണ്. ഈ 860 കോടി രൂപ തരേണ്ടതിൽ അത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൈൻഡ് ഗ്രാന്റ് ഇനത്തിനുമുള്ളതാണ്. ആശമാരുടെ വേതനത്തിന് തരേണ്ടത് 100 കോടി രൂപ ഇൻസെന്റീവേ നിങ്ങൾ തരുന്നുള്ളൂ. ആ ഇൻസെന്റീവിന്റെ 3000 രൂപ ഇൻസെന്റീവ് കൊടുക്കുന്നതിന്റെ 60%, 40% സ്റ്റേറ്റാ വഹിക്കുന്നത് ഷാജി. അത് വെച്ചിട്ട് നിങ്ങൾ തരേണ്ട 100 കോടി രൂപ ഇപ്പോഴും കുടിശ്ശിക. അതുൾപ്പെടെ ഇനിയും നേരത്തെ പറഞ്ഞ 860 നിന്ന് ഈ 190 കഴിച്ചാൽ ബാക്കി 600-ലധികം കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. അത് കിട്ടാത്തത് കൊണ്ട് 2023 നവംബർ മാസം, 2024 ജൂൺ മാസം, 2024 ഒക്ടോബർ മാസം 3 തവണ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു.
അതിൽ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ നദ്ദ പാർലമെന്റിൽ പറഞ്ഞതുപോലെ ഒരു തുകയും തരാനില്ലായിരുന്നുവെങ്കിൽ ഈ 3 കത്തിന് നിങ്ങൾ അയക്കുന്ന മറുപടി എന്തായിരിക്കണം? മിസ്റ്റർ കേരള ആരോഗ്യമന്ത്രി, നിങ്ങൾ തന്ന കത്ത് ശരിയല്ല, ഞങ്ങളെല്ലാം തന്നു കഴിഞ്ഞതാണ്. നിങ്ങളിങ്ങനെ അവകാശപ്പെടുന്ന പോലെ ചോദിക്കുന്ന പോലെ 600 ഒന്നും തരാനില്ല, 600 കോടിയൊന്നും തരാനില്ല എന്നല്ലേ മറുപടി കൊടുക്കേണ്ടത്? പകരം എന്താ പറഞ്ഞത്? നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ടും നൽകണം. ഇതാണ് മറുപടിയിൽ പറഞ്ഞത്. ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് യഥാസമയം കൊടുത്തതിൻ്റെ പകർപ്പ്, ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ട് അത് പ്രതിമാസം കൊടുക്കുന്നതാ. ഈ 2025 ഫെബ്രുവരി മാസം വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ട് കൊടുത്തത്, ഇതിൻ്റെ എല്ലാം കോപ്പികളാണ് ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തരാത്തതാണത്. അത് തരാത്തയാളാണ് ഈ കേന്ദ്രമന്ത്രിയുടെ രൂപത്തിൽ വന്നിട്ട് ഇവിടെ രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ചോദിച്ചത് എടുത്തു തരാണെന്നില്ലാന്നല്ലേ? ഷാജി രാഘവൻ, ഇതിനാണ് താങ്കൾ ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. ഇതിന് മാത്രം മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ താങ്കൾ പറഞ്ഞു നദ്ദ പാർലമെൻറ്റിൽ വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ കണക്കുകളും രേഖകളും സഹിതം കേരള നിയമസഭയിൽ എന്താണ് സംഭവിച്ചതെന്ന് VPP മുസ്തഫ പറഞ്ഞു. കണക്കുകളെക്കുറിച്ചൊരു വ്യക്തത വന്നു. ഇപ്പോൾ നദ്ദയ്ക്ക് നേരെ അവകാശ ലംഘന നോട്ടീസും നൽകിയിരിക്കുകയാണ് രാജ്യസഭയിൽ. ഇനി താങ്കൾ പറയണം, കണക്ക് വെച്ച് പറയണം കേരളത്തിന് തന്നതിനെക്കുറിച്ച്. ആശാവർക്കർമാരുടെ കാര്യത്തിലാണ്, വേറൊന്നുമല്ല. അത് നമുക്ക് വേറെ നോക്കാം. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ശരത്തെ, ഞാൻ കൃത്യമായിട്ട് പറയാം. എനിക്ക് ഇത്തിരി സമയം തന്നാൽ മതി, ഒന്ന് ഇടപെടാതിരുന്നാൽ മതി. അദ്ദേഹം ഈ കുറേ കാലമായി CPM-ഉം അതിൻ്റെ ചാനലിൽ വരുന്ന വക്താക്കളും പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. ബഹുമാന്യനായ VPP മുസ്തഫ തെറ്റ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞതിലേക്ക് വരാം. ഒന്ന്, അദ്ദേഹം കോടതിയെ പറ്റി പറഞ്ഞു. സാർ, കോടതിയുടെ കാര്യത്തിൽ 2 കാര്യത്തിലാണ് സംസ്ഥാനം പോയത്. ഒന്ന്, ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന വിഹിതം നിശ്ചയിക്കുമ്പോഴുള്ള യാഡ്സ്റ്റിക്കിൻ്റെ കാര്യത്തിലുണ്ടാവേണ്ട മാറ്റം, അത് ഭരണഘടന, അതൊരു കോടതി എന്താ പറഞ്ഞത്? അത് ഭരണഘടന, നിങ്ങളുടെ വക്കീൽ നമ്മുടെ കപിൽ സിബലായിരുന്നല്ലോ, അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കാരണം അത് അല്ലാതൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന വിഷയമല്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങൾ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുത്തിട്ടുള്ള ഒരു മാനദണ്ഡമാണ് കേരളത്തെ സംബന്ധിച്ചും എടുത്തിട്ടുള്ളത്. അതിനൊരു മാറ്റം ആവശ്യമാണെങ്കിൽ അത് ഭരണഘടനാ ബെഞ്ചിന് വിടണം കോടതിയുടെ. ഇതായിരുന്നില്ലേ സുപ്രീം കോടതിയുടെ വിധി? അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തത് കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണെങ്കിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ട് അത് ഭരണഘടനാ ബെഞ്ചിന് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ കേരളം പോയത് രണ്ടാമതൊരു വിഷയം എന്താ? വയനാടിൻ്റെ കാര്യത്തിലല്ലേ? എന്താ ശ്രീ VPP മുസ്തഫ അവർ പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് കിട്ടിയ 700 കോടി ആദ്യം ചെലവാക്കാനല്ലേ കോടതി മുഖത്തടിച്ചതുപോലെയല്ലേ പറഞ്ഞത്? അതല്ലേ കോടതിയുടെ സംസാരം ഉണ്ടായത്? സുപ്രീം കോടതിയിലെ ആ ഹർജി VPP മുസ്തഫ ഇനിയും ഡിസ്പ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അവിടെ നിർത്താം. നദ്ദ പറഞ്ഞു ഒന്നും കൊടുക്കാനില്ല, ആശാവർക്കർമാർക്ക് 100 കോടി അടക്കം 600-ൽ പരം കോടി കൊടുക്കാനുണ്ട് എന്ന് കണക്ക് കേരളത്തിൻ്റെ നിയമസഭയിൽ കണക്കുകളും രേഖകളും സഹിതം വന്നു. അതിന് താങ്കൾ എന്തു പറയും? അല്ല, ഞാൻ അതിനാണ് ചോദിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു കണക്ക് വെച്ചു. അത് തെറ്റാണെന്നും കേരളത്തിൻ്റെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞ കണക്ക് തെറ്റാണെന്നും കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയാ പൈസ പോലും കേരളത്തിൽ കൊടുക്കാനില്ലെന്ന് കേരളത്തിൽ നിന്ന് 19 MP-മാർ പങ്കെടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള മുന്നണിയിലെ MP-മാരുടെ ചോദ്യത്തിന് മറുപടിയായി രാജ്യത്തിന്റെ പാർലമെന്റിൽ ആരോഗ്യമന്ത്രി ശ്രീ നഡ്ഡ പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 56-57 മണിക്കൂറിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെയാണ് ഷാജി നിങ്ങൾ പെശകാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പെശകാണ്. ഇത് ശരിയാണോ? എന്തുകൊണ്ട് ഷാജി രാഘവന്റെ ഈ വാദം ശരിയാണോ? ആവശ്യം മുഖ്യമന്ത്രി അവിടെ പറഞ്ഞില്ല. VPP മുസ്തഫയ്ക്ക് ബോധ്യമില്ല, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ട്. കാരണം ഈ പറഞ്ഞ കണക്ക് തെറ്റാണ്. കേൾക്കാം, പറയും ഷാജി രാഘവൻ. എന്റെ ചോദ്യം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരത്തെ ഒരു കാര്യം കൂടെ ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ വിഷയത്തിലെ ഒരു കാര്യത്തിലൂടെ ഷാജിയിലേക്ക് വരാം. VPP മുസ്തഫ, ഈ വിഷയം പ്രധാനമാണ്. കാരണം നദ്ദ കേരളത്തിന് ഒന്നും തരാനില്ല എന്ന് പറയുക. ഷാജി രാഘവൻ ഇപ്പോഴും പറയുന്നത് നദ്ദയ്ക്ക് മുൻപ് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ സമയത്ത് പ്രതിപക്ഷം
കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ സമയത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ പറ്റിയാണ്. ഞങ്ങൾ ആരും അതല്ല പറയുന്നത്. നദ്ദ ഈ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചതിനു ശേഷം ഈ വിധം താങ്കൾ പറയുന്നത് പോലെ പറഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ, അതാണ് നേരത്തെ VPP മുസ്തഫ പറഞ്ഞത്, കേരളത്തിന്റെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി കണക്കുകൾ വെച്ച് സംസാരിച്ചു. ആ കണക്കുകൾ ഇങ്ങനെയാണ് എന്ന് VPP മുസ്തഫ പറഞ്ഞു. ആ കണക്കുകളെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ കണക്ക് അവതരിപ്പിച്ച് ഷാജി രാഘവന് കഴിയുന്നില്ല. ഷാജി ഇപ്പോഴും പറയുന്നത് മുൻപ് ആരോഗ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് അല്ലെന്നേ. നദ്ദ സംസാരിച്ചതിന് ശേഷം ആ കണക്കുകൾ ഇങ്ങനെയാണെന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ വെച്ചു. അത് പാർലമെൻറ്റ് പോലെ തന്നെ ആധികാരികമാണ്. സഭയ്ക്കകത്തെ രേഖകൾ, സഭയിൽ വെക്കുന്ന രേഖകൾ. ഇനി VPP മുസ്തഫ അദ്ദേഹം പറഞ്ഞതിലെ അപാകത എന്താണ്? അത് മാത്രം ഷാജി രാഘവൻ പറഞ്ഞതിലെ അപാകത എന്താണ്? അതിനുശേഷം ഷാജിയിലേക്കും വരാം, ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി. ഒന്ന് കേരളത്തിൽ എൽ ഡി എഫും UDF വെവ്വേറെയാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യ കൂട്ടായ്മയില്ല. അത് ഷാജി രാഘവൻ അറിയാം. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള LDF-ന്റെ രാജ്യസഭാ പ്രതിനിധി P. സന്തോഷ് കുമാർ, CPI-യുടെ നേതാവ് കൂടിയായ P. സന്തോഷ് കുമാറാണ് രാജ്യസഭയിൽ ചോദ്യം ഉന്നയിക്കുന്നത് ഷാജി രാഘവൻ, അല്ലാതെ കോൺഗ്രസിന്റെ എംപിമാരല്ല. ആ സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് JP നദ്ദ അവകാശപ്പെട്ടത്. വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അത് താങ്കൾക്ക് ചോദിക്കാൻ അർഹതയുണ്ടാകണമെങ്കിൽ നദ്ദയുടെ അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. റെലവന്റ് ആകാം. ഇതിന് കണക്ക് പറയും. ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇന്ന് അങ്ങനെയാണെങ്കിൽ ഷാജി രാഘവൻ ഞാൻ അതിനാണ് മറുപടി പറയും. പക്ഷേ ഷാജി രാഘവൻ മനസ്സിൽ കുറിച്ച് വെച്ച് മറുപടി പറയണം. ഒന്ന്, ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞ കണക്കെ കുറിച്ച് താങ്കൾ എന്തിനു മൗനം പാലിക്കുന്നു? ആ കണക്ക് തെറ്റാണെങ്കിൽ ഈ കണക്ക് ഇവിടെ അവതരിപ്പിക്കൂ. വരാം. പക്ഷേ ഒന്ന് ദയവായി സഹകരിക്കാം. മുസ്തഫ പറഞ്ഞതിന് ശേഷം എത്ര അവസരം തന്നു? VPP മുസ്തഫ കണക്ക് അവതരിപ്പിച്ച് സംസാരിച്ചു. ഷാജി കണക്ക് പറയുന്നില്ല, രാഷ്ട്രീയം പറയുകയാണ്. മുസ്തഫയുടെ സമയം കൊടുത്തിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. സാറേ, അതിനുശേഷം നിയമസഭയിൽ വന്നതിന് നിങ്ങൾ മറുപടി പറയൂ. അതിനുശേഷം നിങ്ങൾ അതിൽ തൂങ്ങി നിൽക്കരുത്. നിങ്ങളത് പറഞ്ഞു, ശരി, നിങ്ങളുടെ വാദം അത് അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം കേരള നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിനുള്ള തർക്കം നിങ്ങൾ പറയൂ. നിയമസഭയിൽ ആരോഗ്യമന്ത്രി ആദ്യം 104 കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊന്നാണ് സാർ അത്? ശരിയല്ലേ? എന്താണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇപ്പോഴും അതല്ലേ പറയുന്നത്? ഇപ്പോഴും അതാണ് 100 കോടിയോളം കിട്ടാനുണ്ട്. പിന്നീട് അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, താങ്കൾ ആ കണക്ക് പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. മുസ്തഫ ഒന്നുകൂടി ആ കണക്ക് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ തർക്കത്തിൽ ഞാൻ ശ്രീ ജയചന്ദ്രനെ കൂടി കൊണ്ടുവരാം. മുസ്തഫ, ഒരു കണക്ക് താങ്കൾ പറയുന്നില്ല. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഷാജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ആശാപ്രവർത്തകരുടെ അവർക്ക് അവകാശപ്പെട്ട പണത്തെ കുറിച്ച് പറയുമ്പോൾ, ആ കണക്ക് പറയുമ്പോൾ താങ്കൾ രാഷ്ട്രീയം പറയുകയാണ്. കണക്ക് വെച്ച് സംസാരിക്കുക. മുസ്തഫയുടെ ഊഴം താങ്കൾ പറയും. മുസ്തഫയുടെ ഊഴം അതാണ് 2023-24 ഞാൻ കണക്ക് വെച്ചിട്ട് സംസാരിക്കാം. ശ്രീ മുസ്തഫയുടെ ഊഴം താങ്കൾ പറയൂ. ഷാജിയുടെ ഊഴത്തിലേക്ക് വരാം. കണക്ക് അവതരിപ്പിക്കാം. താങ്കൾ പറഞ്ഞത് വെച്ച് അദ്ദേഹം തർക്കിക്കട്ടെ. പറയും. ഷാജി പ്ലീസ് ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കൂ. ഇപ്പൊ ഷാജി സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്റെ സമയമാണ്. ഷാജി ഒന്ന് ക്ഷമയോടുകൂടി കേൾക്കൂ, കൃത്യമായിട്ട് കേൾക്കൂ. P. സന്തോഷ് കുമാർ എന്ന CPI നേതാവായ ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ MP-യാണ് ചോദ്യം ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയിലാണ് നദ്ദ അവകാശപ്പെട്ടത് ഒന്നും കേരളത്തിന് കൊടുക്കാനില്ല. അദ്ദേഹം ഒരു വളരെ പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത്. ഒരു കണക്കും പറഞ്ഞിരുന്നില്ല. ഇത്ര കോടി കൊടുത്തു, ഇത്ര കിട്ടാനുണ്ട് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. JP നദ്ദയുടേത് ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് മറുപടിയായിരുന്നു. ആ മറുപടി കിട്ടിയ ഉടനെ തന്നെ ഇന്നലെ നിയമസഭയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിയമസഭയിൽ രേഖകൾ വെച്ച് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മറുപടി വിശദീകരണം നടത്തി. കേന്ദ്രമന്ത്രി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ഇതാണ് പ്രസ്താവന. എന്നിട്ട് അവർ കണക്കുകൾ വെക്കുകയാണ്. 2023-24 വർഷത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നാഷണൽ ഹെൽത്ത് മിഷൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടേണ്ടത് 826.02 കോടി രൂപ. ഇതാണ് ഞാൻ നേരത്തെ 820-ലധികം കോടി രൂപ എന്ന് പറഞ്ഞത്. അതിൽ ആ വർഷം കിട്ടിയിരിക്കുന്നത് 2023-24 വർഷം കിട്ടിയിരിക്കുന്നത് 189.15 കോടി രൂപയാണ്. അത് 2 ഐറ്റമാണ്. ഒന്ന് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, 2 കൈൻഡ് ഗ്രാന്റ്. ഈ 2 ഇനത്തിലാണ് 189.15 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ആശാവർക്കർമാരുടെ
ഇൻസെന്റീവിലെ 60% കേന്ദ്രം തരേണ്ടത് ഉൾപ്പെടെയുള്ള എന്തുകൊണ്ട് കിട്ടിയില്ല? അത് ചർച്ച 36 കോടി എന്തുകൊണ്ട് കിട്ടിയില്ല? അതൊക്കെ വന്നതാണ്. 8 കോടി രൂപ താങ്കൾ ഇങ്ങനെ ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സഭയിൽ വെച്ച് കഴിഞ്ഞു. മുസ്തഫ പൂർത്തിയാക്കൂ. ശരത്തെ അതിനുകൂടി പറയാം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ സാർ, 2023-24 സാമ്പത്തിക വർഷത്തിന് ശേഷം 2024 പകുതിയോ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നോംസ് കേരളം അംഗീകരിച്ചത്. താങ്കൾ വെറുതെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. മുസ്തഫ, നിങ്ങൾ ആ കണക്കിൽ 1 രൂപയുടെ കണക്ക് അംഗീകരിക്കാൻ കേരളം തയ്യാറാകാത്തതുകൊണ്ടല്ലേ? ഷാജി, BJP പ്രതിനിധി എന്ന നിലയിൽ 800-ൽ പരം കോടി രൂപയുടെ NHM പ്രോജക്റ്റിൽ കിട്ടേണ്ട ഫണ്ടിൽ 1 രൂപയുടെ കണക്ക് ഷാജി അവതരിപ്പിക്കുന്നില്ല. വെറുതെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുകയാണ്. എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അല്ലെങ്കിൽ മുസ്തഫ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കും. നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കും. കേൾക്കാൻ ഞാൻ തയ്യാറാണ്. മുസ്തഫ പൂർത്തിയാക്കൂ വേഗം പ്ലീസ്. പറയാനോ എന്ന് പറഞ്ഞ കാര്യമല്ലോ, പറയൂ. കണക്കെവിടെ? എന്തുകൊണ്ട് കിട്ടിയില്ല ഷാജി? യൂട്ടിലൈസേഷൻ എന്തുകൊണ്ട് കിട്ടിയില്ല? ശ്രീ മുസ്തഫ ആ ഭാഗം പറയും. ഷാജി ഒരു കാര്യം സംബന്ധിച്ചു പണം കിട്ടാനുണ്ട്. തെറ്റിദ്ധരിപ്പിക്കണ്ട. നാഷണൽ ഹെൽത്ത് മിഷൻ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച ചില നോംസ്, ആ നോംസ് കേരളം അംഗീകരിച്ചില്ല. എന്തുകൊണ്ട്? കേന്ദ്ര വിരോധം. എന്താണ് മോദിയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് കോ ബ്രാൻഡിംഗ് നടത്തണം. അതിൽ കേരളത്തിന് വിയോജിപ്പുണ്ട്. അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ സാധാരണക്കാരന് നല്ല വീട് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്നുണ്ടോ ഷാജി? ഇത് പൗരന്റെ അവകാശമാണെന്നേ. പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രിയുമായി ഇരിക്കുന്ന ഭരണാധികാരികളുടെ മുഖം അവരുടെ വീടുകൾക്കും അവരുടെ ആശുപത്രികൾക്കും മുമ്പിൽ പതിപ്പിക്കുക എന്നുള്ളതല്ല ജനാധിപത്യം. അങ്ങനെ ഒരു കോ ബ്രാൻഡിംഗ് നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ അതിനോട് വിയോജിച്ചു. അതിനർത്ഥം എന്താണ്? ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കോടാനുകോടി രൂപ തരില്ല എന്നാണോ? അതാണ് രാഷ്ട്രീയമായി നിങ്ങൾ ചെയ്യുന്നത്. 800 കോടി NHM, 800-ൽ പരം കോടി NHM തരേണ്ടത് അവിടെയായിരുന്നു. നിങ്ങൾ അതിന്റെ പേരിൽ തടഞ്ഞു വെച്ചു. നിങ്ങൾ തുറന്നു പറ. ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പണം വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ പെറ്റിനെസ് ആണെന്ന്. ഇതൊക്കെ വളരെ വെരി സോറി. അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് 2024 ജൂണിൽ ഈ പറയുന്ന കേന്ദ്ര ആരോഗ്യ മിഷന്റെ എല്ലാ നോംസും എന്തുകൊണ്ട് അംഗീകരിച്ചു? കോ ബ്രാൻഡിംഗ് അംഗീകരിച്ചിട്ടില്ലെന്നേ. കോ ബ്രാൻഡിംഗ് കേരളം അംഗീകരിച്ചിട്ടില്ല. ശ്രീ മുസ്തഫ മറുപടി. അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാത്രം കാര്യമില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്നത് വസ്തുതകളിൽ നിന്ന് വലിയ അകലമുള്ള പ്രശ്നങ്ങളാണ്. മുസ്തഫ പറഞ്ഞ് കേട്ടിട്ട് താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ കേട്ടിരിക്കുകയാണ്. ഒരല്പം ക്ഷമ കാണിക്കുക. കേട്ടു അദ്ദേഹം പറയട്ടെ സാർ. നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹം പറയട്ടെ. കേരളത്തിൽ കിട്ടേണ്ട പണം കേൾക്കൂ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ചോദ്യം മാത്രം പോരല്ലോ. ശ്രീ മുസ്തഫയുടെ ഊഴം. ദയവായി ക്ഷമയോടെ ഈ ചർച്ചയിലേക്ക് ബാക്കിയുള്ള സമയത്തേക്കെങ്കിലും എല്ലാവരും സഹകരിക്കും. കൃത്യമായിട്ടാണ് കാര്യങ്ങൾ. മുസ്തഫ പറയൂ. ആവർത്തിച്ചിട്ട് എന്ത് കാര്യമാണ് സാർ? മുസ്തഫ പറയൂ പ്ലീസ്. മുസ്തഫ പറയൂ. അതിനുശേഷം എനിക്ക് ശ്രീ ജയചന്ദ്രനിലേക്ക് ഒന്ന് പോകണം. ഞാൻ പറയാം ഷാജി താങ്കള് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയാനുള്ള അത് കേൾക്കാനുള്ള ക്ഷമ കൂടി കാണിക്കൂ. അപ്പോൾ ഷാജിക്ക് വ്യക്തമാകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കിട്ടേണ്ട തുക, നിങ്ങൾ തന്ന തുക, ഇനിയും ലഭിക്കാനുള്ള തുക ലഭിക്കാനുണ്ട് എന്ന് വെറുതെ ഇവിടെ വന്നിരുന്ന് ഇപ്പം പറയുകയല്ല ഷാജി. അതിനു വേണ്ടിയിട്ട് 2023 നവംബർ 27, 2024 ജൂൺ 24, 2024 ഒക്ടോബർ 17 ഈ 3 തീയതികളിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. മന്ത്രിയുടെ കത്തിന് പുറമെ നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് മിഷന്റെ ആളുകൾ നാഷണൽ ഹെൽത്ത് മിഷന്റെ അതോറിറ്റികൾക്ക് തുടർച്ചയായിട്ട് കത്തയച്ചു. അവർ നേരിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ അവർ പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികൾക്ക് മുന്നിലും വലിയ ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ, കോ ബ്രാൻഡിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ തുക തരില്ല. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ 2024 ജൂണിലെ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളല്ല പറഞ്ഞത്. അതിൽ പറഞ്ഞ എന്തെങ്കിലും ആളുകളുടെ, വ്യക്തികളുടെ, മനുഷ്യരുടെ, പൗരന്മാരുടെ സേവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയല്ല പറഞ്ഞത്. പണം തരാതിരിക്കാൻ പറഞ്ഞ ഏക കാരണം ഈ പ്രധാനമന്ത്രിയുടെ പണം വെച്ച്
വലിയ ബോർഡ് വെച്ചില്ല എന്നുള്ളതാണ്. ശരി. താങ്കൾ പറഞ്ഞല്ലോ ഈ മാനദണ്ഡം അംഗീകരിക്കുന്നേ അതല്ലേ ഫെഡറൽ ഭരണഘടന തത്വങ്ങൾ. ഒരു കാര്യം കൂടി ശരത്തെ, വളരെ അദ്ദേഹം ഇപ്പോ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല. അല്ല, മുഖ്യമന്ത്രിയുടെയും നിർമ്മലാ സീതാരാമൻ നിങ്ങളുടെ ചോദ്യം അദ്ദേഹം പറയട്ടെ. എന്താണ് വിഷയമായത് എന്ന് താങ്കളുടെ ചോദ്യമാണ്, അദ്ദേഹത്തിന് ഉത്തരം കേൾക്കണം. അദ്ദേഹത്തിന് ഉത്തരം കേൾക്കണം. ഷാജി, അതിന്റെ നഷ്ടം കേരളത്തിനല്ലേ? കേരളത്തിലെ പാവപ്പെട്ടവർക്കല്ലേ ഇതിന്റെ നഷ്ടം? ഇതല്ലേ ചോദ്യം? ഇതല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത്? കേൾക്കൂ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവസരം കൊടുക്കണ്ടേ ഷാജി രാഘവൻ? നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹം പറയട്ടെ. ഷാജി, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. ആദ്യം കണക്കുകളെ കുറിച്ച് ചോദിച്ചു, കണക്കുകളെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ചോദിച്ചത് 2024 ജൂണിൽ ഈ ഗൈഡ് ലൈൻ എന്തിനാണ് അംഗീകരിച്ചത്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഗൈഡ് ലൈൻ അംഗീകരിക്കും. ഇത് ഫെഡറൽ സ്വഭാവമുള്ള ഭരണഘടനയുള്ള രാജ്യമാണ്. കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നവ സ്വീകരിക്കും. അതിലൊന്ന് സ്വീകരിച്ചില്ല. ഏതാ സ്വീകരിക്കാത്തത്? പൗരന്മാർക്ക് സേവനം കൊടുക്കാത്തതല്ല. സ്വീകരിക്കാതിരുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ആശുപത്രികൾക്ക് മുന്നിൽ വലിയ ബോർഡ് വെക്കണം. ആ കാര്യം മാത്രമേ ചോദ്യമല്ല. മുഖ്യമന്ത്രി, താങ്കളും കൂടി വിഷയത്തിലേക്ക് വരൂ. ശ്രീ മുസ്തഫ, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചില്ല എന്ന് അദ്ദേഹം അങ്ങ് പറയുകയാണ്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അവിടെ നടന്ന ചർച്ചയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നിർമ്മലാ സീതാരാമനോ മുഖ്യമന്ത്രിയോ ഗവർണറോ നൽകിയിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. വേഗം ശരത്ത്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഷാജി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇപ്പോ കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഇന്ന് നടത്തിയ ചർച്ചയുടെ വിഷയങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോ അദ്ദേഹത്തിന്റെ ഓഫീസോ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഇന്ന് ധനകാര്യമന്ത്രിയുമായിട്ട് കേന്ദ്ര മന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആ ചർച്ചയ്ക്ക് സാക്ഷിയായിരുന്ന കേരളത്തിന്റെ ഗവർണറോ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസോ എന്താണ് ഇന്ന് ചർച്ച ചെയ്തത് എന്ന ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് ആശമാരുടെ വിഷയം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഷാജിക്ക് എങ്ങനെയാ പറയാൻ വേണ്ടി കഴിയുക? മുഖ്യമന്ത്രി അത് ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മുടെ മുമ്പിലുള്ള ആധികാരികത എന്ന് പറയുന്നത് വിശദീകരണങ്ങളിലാണ്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, ഈ തർക്കത്തിനിടയിൽ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഇക്കാര്യത്തിലുള്ളൂ. ഒരു പണവും ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവ് ഇനത്തിൽ നൽകാനില്ല എന്ന് നദ്ദ പറയുന്നു. ആരോഗ്യമന്ത്രി അതിനു മുമ്പ് തന്നെയും പറഞ്ഞിട്ടുണ്ട് 100 കോടിയാണ് കിട്ടാനുള്ള കുടിശ്ശിക. നദ്ദ പറഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി സഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചു. നദ്ദ പറഞ്ഞത് ശരിയല്ല എന്ന് വിശദീകരിച്ചോ? അതിന് അനുബന്ധമായ രേഖകൾ നിയമസഭയിൽ വെച്ചോ? അതുപ്രകാരം NHMലൂടെ ആകെ കിട്ടേണ്ടതിൽ കിട്ടിയത് 200 കോടിയിൽ താഴെ മാത്രം പണമാണ്. 180 കോടിയിൽ പരം മാത്രമാണ്. 600 പരം കോടി കുടിശ്ശികയാണ്. എന്നാൽ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു മാത്രം പോവുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിയമസഭയിൽ വെച്ചോ? ഇതിനെല്ലാം ശേഷം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നദ്ദ പറഞ്ഞ വാദങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസക്തിയുണ്ടോ? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കാൻ, സ്ഥാപിച്ചെടുക്കാൻ നദ്ദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. താങ്കൾ ഈ തർക്കത്തിനിടയിൽ എന്തു പറയും അതേക്കുറിച്ച്? സ്ഥലത്തെ ഞാൻ അത്ഭുതപ്പെട്ടത് അതൊന്നുമല്ല. ഈ 33 മിനിറ്റായിട്ട് ഷാജി രാഘവൻ്റെ ഒരു ചോദ്യത്തിൽ നിങ്ങളെ 3 പേരും കുരുക്കാൻ പരസ്പരം കഴിഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഈ നമ്മൾ ശരത്ത് തന്നെ ചോദിച്ചു തുടങ്ങിയ വിഷയം പിന്നെ മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര ധനമന്ത്രി KV തോമസൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു. അതിൽ നിന്ന് എത്ര കൗശലപൂർവ്വമാണ് ആ വിഷയം സ്കിപ്പ് ചെയ്ത് ഈ വിഷയത്തിൽ അവരുടെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. കാരണം വിശ്വനാഥ് ആർലേക്കറെ കേരള BJPക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചന ഷാജി രാഘവൻ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം ഒന്നും പറയാതെ വളരെ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ ഒരു MP കേന്ദ്രമന്ത്രിസഭയുടെ അംഗത്തിനെതിരെ അവകാശലംഘനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത് ഷാജി രാഘവൻ? അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? ഞാനതിൻ്റെ ഈ വസ്തുതകളുടെ ഒരു മുരട്ടിലേക്ക് പോലും പോകുന്നില്ല, കണക്കിലേക്കും വരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അവകാശലംഘന നോട്ടീസ് കൊടുക്കാൻ എങ്ങനെ കഴിയും? ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ എങ്ങനെ കൊടുക്കും? അതാണ് സന്തോഷം ചെയ്തിട്ടുള്ളത്. ചെറിയ കാര്യമാണോ അത് ചെറിയ കാര്യമല്ല. അത് തന്നെ ചർച്ച ചെയ്താൽ 1 മണിക്കൂറിലാണ് ചർച്ച ചെയ്യാനുണ്ട്. അവരൊറ്റ വിഷയമാണെങ്കിൽ എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്.
അതിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല ബോധപൂർവം. ഇനി ശരത്ത് ചോദിച്ച രണ്ടാമത്തെ കാര്യം, ഈ നോൺസെൻസ് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കേരളത്തിൽ ആശമാർക്ക് കേരള ഗവൺമെൻറ് വല്ല കുടിശ്ശിക ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഷാജി രാഘവനി പറയുന്ന നല്ല അർത്ഥമുണ്ടെന്ന് പറയാം. എന്ത് കുടിശ്ശികയാണെന്ന് ഇട്ടിരിക്കുന്നത്? ഇവിടെ കൊടുക്കേണ്ടത് കേന്ദ്രമല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 വർഷമായല്ലോ മോദി ഭരണം തുടങ്ങിയിട്ട്. ഈ ഭരണത്തിന് ശേഷം അതിന് മുമ്പുള്ള കാര്യം വിട്ടേക്കൂ. 17 വർഷമായി നിയമം ഉണ്ടായിട്ടും അവരെ നിയമിച്ചിട്ടും അത് വിട്ടേക്കൂ. 10 വർഷം മോദി 10 നയാ പൈസ മോദി അധികാരത്തിൽ 2014 മുതൽ ഈ 2025 വരെ 10 നയാ പൈസ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ ഈ ആശമാർക്ക്? അതേസമയം 2016 1000 രൂപയാണ് കേരളത്തിൽ ഓണറോറിയം. അത് പടിപടിയായി വർദ്ധിപ്പിച്ച് ഇപ്പോൾ 7000 2023 ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ. ആ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്, ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ഓരോ വർഷവും കൂട്ടിക്കൊടുത്തത്. എന്ത് കുടിശ്ശികയാണ് ആശമാർക്ക് ഇവിടെ ഉള്ളത്? ഇനി തീരുമാനിക്കേണ്ടത് അവിടെയാണെന്ന്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എന്താ? പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചില്ല? സൗകര്യമില്ലായിരുന്നു. അതാ അതിൻ്റെ കാര്യം. കാരണം ആശമാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ളവരല്ല. ഇവിടെ 25,000 പേരെ ഉള്ളന്നേ. ഇവിടെ 25,000 പേര് പല സംസ്ഥാനങ്ങളിലും സമരം നടക്കുന്നുണ്ട്. നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്രമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ നിലപാട് സ്വീകരിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന് പറയുന്ന സമരമുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ആശമാരുടെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്ന സമരം ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആരാ സ്പോൺസർ ചെയ്യുന്നത്? ആർക്കാ അറിയാൻ വയ്യാത്തത്? അവർ വാസ്തവത്തിൽ സമരം ചെയ്യേണ്ടത് ആരോടാ? യൂണിയൻ ഗവൺമെൻറ്റിനോടാണ്. കാരണം 10 പൈസെങ്കിലും കൂട്ടി കൊടുക്കണം സാർ. നിങ്ങൾ പറയണമെന്നേ. അത് പറയാതെ ഇവിടെ ഇത്രയും ശ്രീ ജയചന്ദ്രൻ, അതിനിടയിൽ അവിടേക്ക് പോയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് പണം കായ്ക്കുന്ന മരമൊന്നും മോദി സർക്കാരിന് കൈവശമില്ല എന്നാണ് ഇന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നത്. കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീണ്ടും ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അകന്നു നിൽക്കുകയാണോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം വന്ന ആർലേക്കർ എന്ന ഗവർണർ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുകയും അതിന് കേന്ദ്രവുമായി സംസാരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായൊരു സമീപനത്തിനും ശൈലിക്കും അദ്ദേഹം വഴി തുറക്കുകയാണോ? രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അത് ഒറ്റ കാര്യം മറ്റേ ഒരു 10 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്തോളാം സ്ഥലത്തെ. ഇത് പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ പ്രശ്നം പറയേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പറയേണ്ട കാര്യമില്ല. കാരണം ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു കേസല്ല. ഇവിടെ 25,000 പേരേ ഉള്ളൂ. ഇന്ത്യയിലൊട്ടാകെ 10 ലക്ഷം പേരുണ്ട്. അവരുടെ വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയം നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അവരുടെ ഇൻസെൻറ്റീവ് കൂട്ടുന്നില്ല എന്നുള്ള ഒറ്റ ചോദ്യമാണ്. അത് കൂട്ടാൻ അവർ തീരുമാനിക്കട്ടെ. കേരള ഓണറേറിയം കൃത്യമായിട്ട് കൊടുത്തു പോരുന്നുണ്ട്. ഇനി ഉപാധിരഹിതമായിട്ട് തന്നെ ഓണറേറിയം കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, എഗ്രിമെൻറ്റുമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ചർച്ചകൾക്ക് ഒരു കഴമ്പില്ലാത്തതാണ്. പിന്നെ താങ്കളുടെ ചർച്ച ഈ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഒന്നാമത്തെ ഗവൺമെൻറ് മുതൽ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും മാറി മാറി ഭരിക്കുന്ന ഏകകക്ഷി സർക്കാരുകളും പിന്നെ മുന്നണി സർക്കാരുകളുമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരു മുന്നണിയായിരിക്കും, സംസ്ഥാനങ്ങളിൽ മറ്റ് മുന്നണികളുമായിരിക്കും. പക്ഷേ ഭരണം നടക്കുന്നത് അങ്ങനെയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരണം നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ്. പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഭരണവ്യവസ്ഥയായി സ്വീകരിച്ചിരിക്കുന്നത്. അതങ്ങനെ ഭരിക്കാനും കഴിയൂ. ആ ഭരണത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് അടിസ്ഥാനപരമായി ഭരണഘടനാപരമായ പ്രാധാന്യമുണ്ട്. അത് എഴുതി വച്ചിട്ടുള്ളതാണ്, ലിഖിതമാണ് ഭരണഘടനയിൽ. ആ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഫെഡറൽ തത്വങ്ങളെ അടിമുടി ലംഘിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നതെന്ന് കേരളത്തിന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾക്ക് ആക്ഷേപമുണ്ട്. തമിഴ്നാടിന് ആക്ഷേപമുണ്ട്, കർണാടകയ്ക്ക് ആക്ഷേപമുണ്ട്, തെലങ്കാനയ്ക്ക് ആക്ഷേപമുണ്ട്, ബംഗാളിന് ആക്ഷേപമുണ്ട്, വിവിധ സംസ്ഥാനങ്ങൾക്ക് ഡൽഹിക്കുണ്ടായിരുന്നു, ഹിമാചലിനുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ആ തർക്കങ്ങൾ അതത് സംസ്ഥാനങ്ങൾ മൂർച്ഛിപ്പിച്ചുകൊണ്ടിരുന്നത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന സംസ്ഥാന ഗവർണർമാരായിരുന്നു. അവർ രാഷ്ട്രീയ കിങ്കരന്മാരുടെ പണിയാണ് സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും 2019 മുതൽ പോകുന്നത് വരെ ആരിഫ് ഖാൻ എന്ന ഗവർണറും ചെയ്തുകൊണ്ടിരുന്ന അതേ കിങ്കരൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഗവൺമെൻറ്റിന് മാത്രമല്ല, സർക്കാരിന് മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾക്ക് വരെ രൂക്ഷമായി എതിർക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഗവർണർ. അവസാനം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചത് മുഴുവനും. തനിക്കൊരു അവസരം വേറെ തരണമേ എന്ന് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം രാജേന്ദ്ര ആർലേക്കർ അങ്ങനെയല്ല. ഗോവ നിയമസഭയിൽ സ്പീക്കറായിരുന്നു, അവിടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്നു, വനം പരിസ്ഥിതി മന്ത്രിയായിരുന്നു, അങ്ങനെ BJPയുടെ നേതാവായിരുന്നു. അങ്ങനെ വിവിധ നിലകളിൽ
കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിരുന്നു ആർലേക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹിത്വം ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മാന്യമായി എങ്ങനെയാണോ ജസ്റ്റിസ് സദാശിവം 2014 മുതൽ 2019 വരെ കേരളത്തിലെ ഗവർണറായിരുന്ന് പ്രവർത്തിച്ചത്, അതേ നിലവാരത്തിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ ഗവർണറുടെ താല്പര്യങ്ങളും ഇടപെടലുകളും എന്നാണ് തുടക്കത്തിൽ ഇപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നത്. ജനുവരി 2-നാണ് അദ്ദേഹം ചാർജ് എടുത്തത്. ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് സ്ഥലത്തെ ശരി, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ ഷാജി രാഘവൻ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തത് തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മാറി അവിടെ കാർലേക്കർ വരുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന വ്യത്യസ്തമായ ഒരു സമീപനമുണ്ട്. അത് കേരളം പൊതുവെ വളരെ പ്രത്യാശയോടെ സ്വീകരിക്കുക കൂടിയാണ്. നിലവിലത്തെ സാഹചര്യമാകെ പരിശോധിച്ചാൽ അതിനെ കേരളത്തിലെ BJP സ്വാഗതം ചെയ്യുന്നുണ്ടോ? അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് കൂടി ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് കൂടിയാകുമല്ലോ ഇതിനൊക്കെ അദ്ദേഹവും നിൽക്കുന്നത്. ഉദാഹരണത്തിന് നാളിതുവരെ 71 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് രാജ്യത്ത് ഈ VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകുന്നത്. എന്ന് വെച്ചാൽ ഒരു പദ്ധതി തുടങ്ങുന്നു, അത് പൂർത്തീകരിച്ചെത്തുന്നത് വരെ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ക്യാപിറ്റൽ ഷോർട്ടേജ് ഉണ്ട്. അത് പരിഹരിക്കുന്നതിനാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ തന്നെ മറുപടി ദിവസങ്ങൾക്ക് മുമ്പ് വന്ന മറുപടിയിൽ ജോൺ ബ്രിട്ടാസിന് കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഈ 71 പദ്ധതികളിൽ അതെല്ലാം വൺ ടൈം ഗ്രാൻഡാണ്, തിരിച്ചടക്കേണ്ടതല്ല. അതാണ് അതിൻ്റെ നോംസ് പറയുന്നത്, അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് വിഴിഞ്ഞത്തിന് വേണ്ടിയാണ്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അത് മാറ്റിവെച്ച് അത് വായ്പയാക്കി മാറ്റുന്നു എന്ന ഏറ്റവും 818 കോടി രൂപ വായ്പയായേ തരൂ എന്ന് ഇതിന് മാത്രമായൊരു നിലപാട് സ്വീകരിക്കുന്നു. മറ്റൊരു തുറമുഖത്തിൻ്റെ കാര്യത്തിലില്ല, മറ്റൊരു പദ്ധതിക്കും സ്വീകരിച്ചില്ല. 71-ൽ 70-നും അത് ഗ്രാൻഡായി നൽകുമ്പോൾ വിഴിഞ്ഞത്തിന് മാത്രം അത് വായ്പയായി നൽകുന്നു. ഇതടക്കം പരിഹരിക്കേണ്ട പ്രശ്നമാണെന്ന് ആർലേക്കർ എന്ന ഗവർണർക്ക് തോന്നിയതുകൊണ്ടായിരിക്കില്ലേ സംസ്ഥാന സർക്കാരിനോടൊപ്പം അദ്ദേഹം നിൽക്കുന്നത്? അത് സ്വാഗതാർഹമല്ലേ? പരിഹരിച്ചു കൊടുക്കേണ്ടതല്ലേ ഷാജി രാഘവൻ? പരിഹരിച്ച് നമ്മൾക്ക് തരേണ്ടതല്ലേ? അല്ല, എന്തായാലും ജയചന്ദ്ര സാറിനെ പോലുള്ളവർ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബഹുമാന്യനായ ഗവർണർ ആർലേക്കറെ പറ്റി വളരെ വസ്തുതാപരമായും വളരെ നല്ല രീതിയിലും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യക്തിപരമായും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു താരതമ്യ പഠനം മുൻ ഗവർണറുമായിട്ട് നടത്തുന്നതിൽ ഒരു ചെറിയ സാങ്കേതിക എന്താ പറയുക ഒരു ഇത് മാത്രമേ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. സാധ്യമല്ല. കാരണം ഇപ്പോഴത്തെ ഗവർണർ എന്നെ പോലുള്ളവരെ സംബന്ധിച്ചോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, പൊതുപ്രവർത്തന രംഗത്ത് മോൾഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരാൾ കേരളത്തിൽ ഗവർണറായി വരുമ്പോൾ അത്യധികം സന്തോഷിക്കുകയും ഇന്നിപ്പോൾ കേരളത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാൻ അറിയുന്നവരാണ് എന്ന് അംഗീകരിക്കുന്നതിലും വലിയ സന്തോഷമാണ്. അതിന് മുമ്പിരുന്ന ആളിനെ പറയുമ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ശരത്തെ വായിക്കോട്ടെ, അല്ലല്ല വന്ന് പറഞ്ഞോട്ടെ. താങ്കൾ മറന്നു പോകരുത്, ഈ മുൻ ഗവർണർ കേരളത്തിൽ വന്ന സമയത്ത് മുൻ ഗവർണർ വന്ന സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ്റുമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായും നല്ല രീതിയിൽ സഹകരിച്ചു പോയിട്ടില്ലേ? കണ്ണൂരിലൊരു VC ആരാവണം എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആഗ്രഹം പോലും നടത്തിക്കൊടുത്ത ആളാണ് മുൻ ഗവർണർ എന്ന് പറയുന്ന ആൾ. അതേ ഗവർണറെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി കോൺഗ്രസ്സിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ അതൊരു പരാതി, അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തെ പോലും സെക്യൂരിറ്റിയെ പോലും ബാധിക്കുന്ന രീതിയിൽ അവിടെ ഒരു കലാപത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായത് പരാതി കൊടുത്തിട്ട് പോലും കേരളത്തിൻ്റെ പോലീസ് ഒരു പെറ്റിക്കോസ് പോലും എടുക്കാത്ത സാഹചര്യത്തിലല്ലേ സാർ ഗവർണറുടെ നിലപാടുകൾ മാറുന്ന സാഹചര്യം ഉണ്ടായത്? ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് സാർ, ഇതെല്ലാം കേരളം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. നിലവിലുള്ള ഗവർണറെ പറ്റി നല്ല വാക്കുകൾ പറയുന്നതിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് അയക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന ഗവർണർമാരുടെ പൊതു നിലപാടായിട്ട് മാത്രം കണ്ടാൽ മതി. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചകൾ കേരളത്തിന് ഗുണമാകുന്നതിൽ നമ്മൾ കേരളക്കാരൊക്കെ ഒരേപോലെ സന്തോഷിക്കണം, യാതൊരു സംശയവും വേണ്ട. പക്ഷെ പ്രശ്നം ഈ അവസാന വണ്ടിയും നഷ്ടപ്പെട്ടതിന് ശേഷം നടത്തുന്ന ഈ പാഴ്വേലകളുണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ എഫർട്ട്,
അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 2023-24 ഫണ്ട് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ അതിന് സ്കിപ്പ് ചെയ്ത് എന്തിനാണ് സാർ നിങ്ങൾ പോകുന്നത്? പ്രത്യേകിച്ച് ജയചന്ദ്രൻ മാഷ് ആശാസമരത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഇത് മുഖ്യമന്ത്രി ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. സാർ, ഈ കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ സാർ? കഴിഞ്ഞ കുറേ ദിവസമായി, ഒരു മാസക്കാലത്തിലേറെ കാലമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തെ ഒരു ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കാത്തത്. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങൾ മാറ്റിവെക്കുന്ന സമയം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ലേ? ആ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് ഞാൻ പറയാനുള്ള കാര്യം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അവിടെയാണ് SUCI പ്രത്യേക താല്പര്യത്തോടെ ഒരു ചെറു ഗ്രൂപ്പ് സമരരംഗത്തേക്ക് വന്നത്. അവിടെ BJP UDF കേരള സർക്കാരിനെതിരെ ഒരു സാധ്യത തേടി അതിനെ പിന്തുണച്ചു. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തു. ആ തീയതി സഹിതം സമയം സഹിതം ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രീ VPP മുസ്തഫ ഇദ്ദേഹം പറയുന്ന ഇക്കാര്യങ്ങളിൽ നമ്മൾക്ക് അതിനപ്പുറത്തേക്കും കൂടി പോകണം. ഞാൻ വിഴിഞ്ഞത്തെ കുറിച്ചടക്കം സംസാരിച്ചു. വിഴിഞ്ഞത്തിന്റെ പ്രശ്നം അടക്കം വസ്തുതാപരമായി 71 പദ്ധതികളിൽ 70 എണ്ണവും ഗ്രാന്റാണ്. വിഴിഞ്ഞം വരുമ്പോൾ അതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയാകുന്നു. ഗവർണർ ഇടപെടുന്നു. ഗവർണറും കൂടി കേരളത്തോടൊപ്പം നിൽക്കുന്നു. മാറ്റമുണ്ടാകുമോ? എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ? തിരുത്തൽ വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ മനോഭാവത്തിലാണോ? ശ്രീ മുസ്തഫ. അതിന് സംശയം എന്തിരിക്കുന്നു ശരത്തെ? കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി വിദ്വേഷത്തോടു കൂടി സമീപിക്കുന്ന രീതി അവസാനിപ്പിക്കണം. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയുടെ ഐഡിയോളജി ഹെയ്റ്റ് പൊളിറ്റിക്സ് ആണ്. അവരുടെ പ്രത്യയശാസ്ത്രം വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. പക്ഷെ അത് ഭരണത്തിൽ കാണിക്കാൻ പാടില്ലല്ലോ. ഭരണം നടത്തേണ്ടത് ഇന്ത്യൻ ഭരണഘടന വെച്ചിട്ടല്ലേ, അല്ലാതെ BJPയുടെ പ്രത്യയശാസ്ത്രം വെച്ചിട്ടല്ലല്ലോ. ആ ഭരണഘടന വെച്ച് ഭരണം നടത്തുമ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഫെഡറൽ തത്വങ്ങൾ മാനിക്കാൻ തയ്യാറാകണം. ഭരണഘടനാ വ്യവസ്ഥകൾ മാനിക്കാൻ തയ്യാറാകണം. അതിനു പകരം ഞങ്ങളല്ലാത്ത പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ, സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും അനുവദിക്കില്ല എന്ന സമീപനം ആർക്ക് ഗുണം ചെയ്യും? എത്ര ഇടപെടലും പ്രഷറുകളും വേണ്ടി വന്നു, എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഓർമ്മിക്കിപ്പോൾ ഇദ്ദേഹം പറയുന്നല്ലോ ഇവിടെ ഒന്നും നടക്കുന്നില്ല. എന്താ നിങ്ങളുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തെക്കുറിച്ച് പറയുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് ഗഡ്കരി പലതവണ, ഒരിക്കൽ എപ്പോഴെങ്കിലും ഒക്കേഷണലി യാദൃശികമായിട്ട് പറഞ്ഞു പോവുകയല്ല, പലതവണ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താ? ഈ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് BJPയുടെ ഒക്കെ ചങ്ങായിയായ കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അടച്ചുപൂട്ടി 2014 ആഫീസും പൂട്ടിയിട്ട് പോയതല്ലേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ? അവരെ തിരിച്ചു കൊണ്ടുവന്ന് 2019 ആ പണി ആരംഭിച്ചില്ലേ? ആ പണി ആരംഭിച്ചതിൻ്റെ വലിയ നേട്ടം ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടാൻ നോക്കുകയല്ലേ? കേരളത്തിൽ ദേശീയപാത വികസനം ഗെയില് നടത്തി കാണിക്കുക എന്നല്ലേ കെ സുധാകരൻ്റെ വെല്ലുവിളി? 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ പിണറായി വിജയൻ്റെ കഴിവിനെ അംഗീകരിക്കാം, ഇവിടെ നിലച്ചുപോയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഗ്യാസ് പൈപ്പ് പദ്ധതി നടപ്പിലാക്കി കാണിച്ചില്ലേ? വീടുകളിൽ ഗ്യാസ് എത്തിത്തുടങ്ങിയില്ലേ കേരളത്തിൽ? അങ്ങനെ എത്രയേറെ പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. അതിലൊന്നാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വികസനത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളോടും കാണിക്കാത്ത കാര്യമല്ലേ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത്? അതല്ലേ ശരത്ത് ന്യായമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. ദേശീയപാത വികസനത്തിന് നിങ്ങൾ എവിടെയെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പണം വാങ്ങിച്ചിട്ടുണ്ടോ? 6000 കോടി രൂപ നമ്മൾ വാങ്ങിച്ചു. ഇവിടെ പാർലമെൻറ്റിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച്, നദ്ദയുടെ മറുപടിയെക്കുറിച്ച് പറഞ്ഞ ഷാജി രാഘവൻ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിയുടെ VGF ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇന്നലെ അതേ പാർലമെൻറ്റിൽ നിങ്ങളുടെ മറ്റൊരു കേന്ദ്രമന്ത്രി കേരളത്തിലെ MP-മാരുടെ ചോദ്യത്തിന് മറ്റൊരു ഉത്തരം കൊടുത്തല്ലോ? ശരത്ത് ഇവിടെ ഉദ്ധരിച്ച 71 കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയിൽ മാത്രമാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും മറ്റൊരു പ്രൊജക്റ്റിനോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തിനാ ഈ ക്രൂരത? എവിടെ എയിംസ്? എത്ര തവണയായി നിങ്ങൾ പറയുന്നു? എവിടെ പാലക്കാട്ട് IIT? എവിടെ കോച്ച് ഫാക്ടറി? തിരുവനന്തപുരത്ത് കൊച്ചുവേളിയുടെയും നേമത്തിന്റെയും പേര് മാറ്റി തിരുവനന്തപുരം നോർത്തും സൗത്തും ആക്കി റെയിൽവേ സ്റ്റേഷൻ. എവിടെ അതിന്റെ വികസനം? എവിടെ കേരളത്തിലേക്ക് പുതിയ ട്രെയിനുകൾ? ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഈ സമീപനം എന്തുമാത്രം രാഷ്ട്രീയ വിദ്വേഷപരമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയല്ലേ? അവിടെ നിങ്ങളിപ്പോൾ ഗവർണറെ എന്തോ ഞങ്ങളെല്ലാം പ്രശംസിക്കുകയാണ്. അത് ശരത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ, പഴയ കടത്തുകാരൻ്റെ കഥ പോലെ ആവാതിരുന്നാൽ മതി. അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതല്ലാതെ
ഇദ്ദേഹം എടുക്കുന്ന സമീപനം അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. അല്ലാതെ ജയേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കിങ്കരനായി വന്ന് BJP ഇതര സർക്കാരുകൾക്കെതിരെ ഒരു വല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നയാളായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഇന്ത്യൻ ഭരണഘടന വിവക്ഷിക്കുന്ന ഗവർണറുടെ പ്രവർത്തന ശൈലി. അത് നേരത്തെ നിങ്ങളുടെ ഭരണത്തിൽ തന്നെ നിയോഗിച്ച ജസ്റ്റിസ് സദാശിവത്തിന്റെ മാതൃകയുണ്ട്. ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ അകേൽക്കർ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തുടർന്നാൽ കേരളത്തിന് ഏറ്റവും ഗുണകരമായിരിക്കും, യാതൊരു സംശയവുമില്ല. എം ജയചന്ദ്രൻ, ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തിരുത്തി കിട്ടേണ്ടതായിട്ടുള്ള, കേരളത്തിന് മെച്ചമാകേണ്ട അനുകൂല നിലപാടെടുക്കേണ്ടി വരുന്ന ധനകാര്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് ഇനി നമ്മുടെ സമയം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ദീർഘമായി പലതിലേക്ക് പോകുന്നതിൽ അർത്ഥവുമില്ല. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട, ആർക്കും കേരളത്തിൻ്റെ ആവശ്യത്തെ BJPക്കാർക്ക് പോലും ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ക്ലാസിക് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. നോക്കൂ, അത് കണ്ടാൽ ശ്രീ ജയചന്ദ്രൻ, രാജ്യത്ത് BJP ഏറ്റവും വളരെയധികം ഞെരുക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് നിസ്സംശയം പറയാം. തമിഴ്നാട് പോലുമല്ല. കാരണം തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ അവിടുത്തെ നേതാവ് അണ്ണാമല കാര്യമായി ഇടപെടും, അല്ലെങ്കിൽ അവിടുത്തെ BJP ഘടകം ഇടപെടുമെന്ന പ്രശ്നം കുറേ കൂടി വരും. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. കേന്ദ്രം എന്ത് ചെയ്താലും അതിന് ഒത്താശ പാടുന്ന നിലയിലേക്ക് കേരളത്തിലെ BJP മാറുന്നു എന്ന പ്രശ്നമില്ല. ഉദാഹരണം വിഴിഞ്ഞം തന്നെ എടുക്കാം. മുമ്പ് പറഞ്ഞ 818 കോടി VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. എന്താണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്? 2034 മുതൽ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിൻ്റെ 20% കൂടി ചേർത്ത് ഏതാണ്ട് 818 കോടിക്ക് 12,000 കോടിയായി കേരളം 2034 മുതൽ തിരിച്ചടയ്ക്കണം. തൊട്ടപ്പുറത്ത് തൂത്തുക്കുടിക്കതുണ്ടോ? തൂത്തുക്കുടി തുറമുഖത്തിനുണ്ടോ? ബാക്കി 70 പദ്ധതികൾക്ക് രാജ്യത്ത് ഇതുണ്ടോ? ഇല്ല. കൊടുക്കുന്ന പണം വൺ ടൈം ഗ്രാൻഡാണ്, തിരിച്ചടയ്ക്കേണ്ട, വായ്പയല്ല, പലിശ കൊടുക്കേണ്ട. അത് ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്. ഇത് എങ്ങുമില്ലാത്ത വിധം കേരളത്തോട് കാട്ടുന്ന അവഗണനയുടെയും എത്രമാത്രം ശത്രുത കേരളത്തോടുണ്ട് എന്നതിൻ്റെയും ഒരു വളരെ പ്രകടമായ ഉദാഹരണം. തമിഴ്നാടിനോട് പോലും സ്റ്റാലിനും DMK മുന്നണിയും ഭരിക്കുന്ന തമിഴ്നാടിനോട് പോലും കാട്ടാത്ത ക്രൂരതയാണ് കേരളത്തോട് കാട്ടുന്നതെന്ന് ഈ ഒരൊറ്റ ഉദാഹരണം പോരെ ശ്രീ ജയചന്ദ്രൻ? അതും രാജ്യത്തിൻ്റെ മദർ പോർട്ടാണ് വിഴിഞ്ഞം. തീർച്ചയായിട്ടും അതെ രാജ്യത്തിൻ്റെ മദർ പോർട്ടായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള വിഴിഞ്ഞത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് മദർ പോർട്ടാണല്ലോ ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ചും. ആ നിലയിൽ നിൽക്കുന്ന വിഴിഞ്ഞത്തിൽ ശരത് ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് അതിനകത്ത് ഏറ്റവും ക്രക്സായിട്ടുള്ളത്. നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നത് ഈ 818 കോടിക്ക് നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നത് 12,000 കോടി രൂപയാണെന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ ശരിക്കും ഷൈലോക്കിയൻ സ്വഭാവമാണ്. ആ ഷൈലോക്കിയൻ സ്വഭാവമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്നതെന്ന് ഒരു കാരണവശാലും പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രശ്നം VGFൻ്റെ പ്രശ്നം മുഖ്യമന്ത്രി ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് സ്വാഭാവികമായിട്ടും ചർച്ചയിലേക്ക് വരികയും വേണം, തീരുമാനങ്ങളിലേക്ക് വരികയും വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചർച്ചകൾ അഭികാമ്യമാണ്. ഗുഡ് ഗവേണൻസിന് തീർച്ചയായും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്ന സ്ഥിതി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് സോർട്ട് ഔട്ട് ചെയ്യാൻ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമെങ്കിൽ അത് നല്ല വഴിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള അപാകത എന്ന് പറഞ്ഞാൽ പോരാ. ഈ VGFൻ്റെ കാര്യത്തിലുള്ളത് കടുത്ത അനീതി തന്നെയാണ്. ഇത്തരം അനീതികൾ മുമ്പോട്ട് തുടരാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവാതിരിക്കുക, അതിൻ്റെ അകത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ് പ്രധാനം. അതിനോടൊപ്പം തന്നെയാണ് മറ്റ് നിരവധി പ്രശ്നങ്ങൾ. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മുണ്ടക്കൈ ചൂരൽ മല പുനരധിവാസം, അതും ഇന്ന് ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ചർച്ചയിലേക്ക് പോയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനി എന്താണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നുള്ളത് അറിയാൻ നമുക്ക് സ്വാഭാവികമായും സാധ്യതയും കൂടി വരികയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ. ശരി, എനിക്കേതായാലും ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ അതിന് തീർച്ചയായിട്ടും കാത്തിരിക്കുകയും വേണം കേരളത്തിന്. ശ്രീ ഷാജി രാഘവൻ, ഒരു ചുരുക്കം സമയമെടുത്ത് താങ്കൾ എന്താണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു ഡിഫൻസ് എന്ന് കേൾക്കാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. ഒന്ന് കേൾക്കട്ടെ. തീർച്ചയായിട്ടും ഏതായാലും ജയചന്ദ്രൻ സാറ് ഇന്ന് മുഖ്യമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ട് നടന്ന ചർച്ചയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുന്നതിൽ സന്തോഷം. ഇടയ്ക്ക് ഒന്നും അറിഞ്ഞില്ല, ഒന്നും പുറത്തു വന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാനും ചില കാര്യങ്ങൾ അറിഞ്ഞു സാർ. ഈ വിഴിഞ്ഞത്തെ പറ്റിയിട്ടും കൃത്യമായി വിഴിഞ്ഞം ഉണ്ടായിരുന്നു, വയനാടുണ്ടായിരുന്നു. അതുകൂടാതെ കേരളം ഇന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം 1,200 കോടിയുടെ
കടമെടുക്കാനുള്ള അനുവാദം. ഇതായിരുന്നു ഇന്നത്തെ പ്രധാന വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ ഏതായാലും ചർച്ച ചെയ്യാനുള്ള സമയമില്ല. വിഴിഞ്ഞത്തെപ്പറ്റി കൃത്യമായി കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ച വിവരം കൂടെ ഞാൻ സൂചിപ്പിക്കാം. 817.80 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേരളം ആവശ്യപ്പെട്ടതിന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2015 ഒരു കോൺട്രാക്റ്റ് ഉണ്ട് കേരളം. ഇതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ സമയമില്ലാത്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ തത്തുല്യമായ തുക കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊന്ന്. വിഴിഞ്ഞ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ച് നടപ്പിലാക്കിയതും 2015 കേരളം ഏർപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വളരെ കൃത്യമായി ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഉണ്ട്. തർക്കമില്ലല്ലോ? ഉണ്ടോ? ഉണ്ട്. തർക്കമില്ല. അങ്ങനെ 71 പദ്ധതികൾക്ക് കേന്ദ്രം പണം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. തർക്കമില്ല. ഇതൊക്കെ ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്കാണെന്നല്ല, ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല. ഈ 71-ൽ 70 എണ്ണവും എങ്ങനെ? ഉത്തരം 70 എണ്ണത്തിനും വൺ ടൈമായി കൊടുക്കുന്ന ഗ്രാൻഡാണ്. നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് സിസ്റ്റമാണത്. എന്നാൽ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് വായ്പയാണ്, നിങ്ങൾ തിരിച്ചടയ്ക്കണം. 70-നുമില്ലാത്ത ഒരു വ്യത്യസ്തമായ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതിന് ഷാജി മറുപടി പറയുന്നില്ല. തൂത്തുക്കുടിക്ക് പോലും ഇങ്ങനെ വായ്പയല്ല കൊടുത്തിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ബി ജെ പി അടങ്ങിയിരിക്കില്ല. നിങ്ങൾ എങ്ങനെ കേരള വിരുദ്ധം എടുത്താലും നിങ്ങൾ 2015 ഫെബ്രുവരി 3 കേരളം, സാർ ഇത് കേരളം ഒപ്പിട്ടിട്ടുള്ള കോൺട്രാക്ട് ആണ് സാർ. അതിലാണെന്ന് ഈ VGF നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് എന്താ കാര്യം? തർക്കമല്ല, വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. കേരളം ഒരു പദ്ധതിയെ സംബന്ധിച്ച് MOU ഉണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ട്. അതെ, അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. കേന്ദ്രം ഇന്ന് ഓണർ ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ഡിമാൻഡ്. തത്തുല്യമായ തുക കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. എത്ര കോടിയാ താങ്കൾ പറയും? പദ്ധതിക്ക് ഒരു സംസ്ഥാന സർക്കാർ മുടക്കി എത്ര കോടിയാണെന്ന് അറിയുവോ? ഷാജി പറഞ്ഞു. ഗ്യാപ്പ് ഫണ്ടിങ്ങിൽ കേരളത്തിന്റെ ഡിമാൻഡ് കേന്ദ്രം ഓണർ ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് ടു ദ കണ്ടീഷൻ ആണ്. കേരളം ആരുടെ കോൺട്രാക്ട്, ആരുണ്ടാക്കിയ കോൺട്രാക്ട് ആണ്? ത്രികക്ഷിയിൽ കേന്ദ്രമുണ്ട്. കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഈ പറഞ്ഞത്. VPP മുസ്തഫയുടെ അവസരം കേരളം ഒപ്പിട്ടിട്ടുണ്ട്, കേന്ദ്രം ഒപ്പിട്ടിട്ടുണ്ട്. ഈ കോൺട്രാക്ടിന്റെ ഡേറ്റ് സഹിതമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. സോറി, മുസ്തഫയുടെ കൂടി ചെറിയ ഊഴം നമുക്ക് അവസാനിപ്പിക്കാം. ഷാജി രാഘവൻ, താങ്കൾ ഇന്ന് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളെയും പാതി മാത്രം എടുത്ത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നോക്കൂ ഷാജി, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് VGF എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞത് ലോണാണോ വായ്പയാണോ? നിങ്ങളത് പറയൂ. നിങ്ങൾ പറയുന്ന ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 880 കോടിയോളം രൂപ തന്നെ കേരളവും VGF ആയിട്ട് കൊടുത്തു, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കൊടുത്തു. അതിന് പുറമെയാണ് ശരത്ത് നേരത്തെ താങ്കളോട് ചോദിക്കുന്ന പോലെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുത്തു കൊടുത്തത് ആരാ? ഒരൊറ്റ ചില്ലിക്കാശ് വേറെ ഒരാളുടേതില്ല, കേന്ദ്രത്തിൻ്റെതില്ല, അദാനിയുടേതില്ല, ആരുടേതുമില്ല. മുഴുവൻ ഭൂമിയും കേരളം എടുത്തു കൊടുക്കുന്നു. അവിടത്തേക്കുള്ള റോഡ് ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം, അതിന്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ആരാ? മുഴുവൻ കേരളമാണ്. ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് പുറമെയാണ് കേന്ദ്രം കൊടുക്കുന്നത് പോലെ സമാനമായ അതേ തുക 880 കോടി രൂപ VGF കേരളവും കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന കേരളത്തിന് എന്ന ഷാജി പറ, ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടതുപോലെ 2034 മുതൽ ഈ വിഴിഞ്ഞത്തിന്റെ വരുമാനത്തിന്റെ കേന്ദ്രത്തിന് കൊടുക്കുന്ന പോലെ 12,000 കോടി രൂപ, ഈ 880 കോടി രൂപ VGF കൊടുക്കുന്ന കേരളത്തിനും തരാൻ ആവശ്യപ്പെടുമോ? അത് നിങ്ങൾ പറയുമോ? അത് VGF എന്ന് പറയുന്നത് ലോൺ അല്ലല്ലോ, അത് ഗ്രാൻഡ് അല്ലേ? വയബിലിറ്റി ഫണ്ട് ഗ്രാൻഡ് അല്ലേ? അത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അല്ലേ? അത് അങ്ങനെയല്ലേ അത് കൊടുക്കുന്നത്? അത് എത്ര സ്കീമിനുണ്ട്? ഇതിൽ മാത്രമല്ലല്ലോ, വിഴിഞ്ഞം സ്കീമിന് മാത്രമല്ല. അതിലെന്തുകൊണ്ട് ശരത്തിന്റെ ന്യായമായ ചോദ്യം അതല്ലേ ഷാജി? വേറെ ഒരിടത്തും VGF എന്ന് പറയുന്നത് നിങ്ങൾ ലോണാക്കിയിട്ടില്ല. എന്ത് കേരളത്തിലെ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മാത്രം അത് ലോണാകുന്നു? അത് നിങ്ങൾ മുണ്ടക്കൈയുടെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ? നിങ്ങളിപ്പോൾ ഒരു ലോൺ തന്നു, ഫെബ്രുവരി മാസത്തിൽ ലോൺ അനുവദിക്കുന്നു. എത്ര? 550 കോടി രൂപ. എപ്പോൾ ചെലവഴിക്കണം? മാർച്ച് 31-നകം ചെലവഴിക്കണം. ഇന്നലെ ഹൈക്കോടതി എന്താ പറഞ്ഞത് ഷാജി കേന്ദ്ര സർക്കാരിനോട്?
അത് നിങ്ങൾ പറ. ശരി, ശരി. 550 കോടി. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. എല്ലാറ്റിനും അതിസങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം കണ്ട് ഓക്കേ. കേരളത്തിന്റെ വികസനത്തെ നിങ്ങൾ ഈ നിങ്ങളുടെ കാവിക്കണ്ണിൽ കണ്ടിട്ട് അവഗണിക്കുകയാണ്. അതാണ് പ്രശ്നം. യെസ്, വളരെയധികം നന്ദി ശ്രീ ഷജി രാഘവൻ, ശ്രീ എം ജയചന്ദ്രൻ, അതുപോലെ തന്നെ ഡോക്ടർ വി.പി. മുസ്തഫ. കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള, അവകാശപ്പെട്ട ധനപ്രശ്നങ്ങൾ, കേരളത്തിന് വേണ്ട പണം, ലഭിക്കേണ്ട പണം, അർഹതപ്പെട്ട പണം, അവകാശപ്പെട്ട പണം അത് നേടിയെടുക്കാനുള്ള പുതിയൊരു പരിശ്രമമാണ് ദില്ലിയിൽ കാണുന്നത്. ആ പരിശ്രമത്തിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാനാകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കടും പിടുത്തം, കേരളത്തിന് അവകാശപ്പെട്ട പണം ഏതൊക്കെ തരത്തിൽ തരാതിരിക്കാം, ഏതൊക്കെ തരത്തിൽ അതിന് പല നിബന്ധനകൾ വെക്കാം, മറ്റു പദ്ധതികൾക്ക് കൊടുക്കുന്ന തോതിലുള്ള പണം നമ്മൾക്ക് അവകാശപ്പെട്ടതുപോലും അതേ മട്ടിൽ തരാതിരിക്കുക, ഇപ്പോൾ സംസാരിച്ച വിഴിഞ്ഞമടക്കം, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ നിലയിലുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും ഗവർണറും ചേർന്ന് നടത്തിയ കൂടിക്കാഴ്ചയെ ഇന്നത്തെ സാഹചര്യത്തിൽ കാണുകയും ചെയ്യാം എന്ന് മാത്രമേ ഈ രാത്രിയിൽ ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വെക്കാൻ കഴിയൂ.